ഹലോ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ അൽഫാം ആണ്. വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം, അതും ഹോട്ടൽ രുചിയിൽ അൽഫാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കിലോയുടെ ചിക്കനാണ് എടുക്കുന്നത്. അത് കടലിൽ നിന്ന് അൽഫാമിന് വേണ്ടിയിട്ട് 4 പീസായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ വൃത്തിയായി കഴുകിയ ചിക്കൻ നല്ലപോലെ ഇടിച്ച് അത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. മസാല അതിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷനാണ്. അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഒരു 1.5 നാരങ്ങയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല രീതിയിൽ നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഇത് നല്ല പുളിക്കും മറ്റും വേണ്ടിയിട്ട് നാരങ്ങ നല്ലതാണ്. അതിൻ്റെ ഒപ്പം നമ്മളൊരു 2 സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഇത് കട്ടത്തൈരല്ല, കട്ടത്തൈരാണെങ്കിൽ അതായിരുന്നു നല്ലത്. പക്ഷെ എനിക്ക് കട്ടത്തൈര് കിട്ടിയില്ല. അതായത് ഒരു 2-2.5 സ്പൂണോളം തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിടുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 2-2.5 സ്പൂണോളം ഉണ്ട്. 2-2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നമ്മളിപ്പോൾ കുരുമുളകും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നാരങ്ങാനീരും തൈരുമാണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. ഈ സമയം കൊണ്ട് ഒരു തക്കാളിയും ഒരു സവാളയും 4 പച്ചമുളകും മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, ആ തക്കാളി സവാളയുടെ പേസ്റ്റ് 4 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 3ഉം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ലപോലെ തേച്ച് കൊടുക്കണം. നമ്മൾ വരയിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇടയിലൊക്കെ നല്ല രീതിയിൽ മസാല പിടിക്കണം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഇതുപോലെ തന്നെ മൂടി വയ്ക്കണം. അതിന് ശേഷം നമുക്ക് അൽഫാമിനുള്ള ബാക്കി നമുക്ക് കനലൊക്കെ സെറ്റ് ചെയ്ത് ബാക്കി റെഡിയാക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 4-5 മണിക്കൂറായി. ഇനി നമ്മളത് ചുടാൻ പോവുകയാണ്. നമ്മളതിന് കരിയല്ല യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ചിരട്ടയുടെ കത്തിച്ചിട്ടുണ്ടാകുന്ന കനൽ വെച്ചിട്ടാണ് നമ്മൾ ചുടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് വീഡിയോ കാണാം. ചാർക്കോൾ പോലെ അത്ര എളുപ്പമല്ല. ലോക്ക്ഡൗണൊക്കെ കാരണം ഇപ്പോൾ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കുറച്ച് നേരം ഈ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ട് അൽഫാം ഉണ്ടാക്കി തുടങ്ങാം. ചാർക്കോൾ പോലെ അത്ര എളുപ്പത്തിൽ ഇത് റെഡി ആവില്ല. എന്നാലും കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കുക്കായിട്ട് ചിക്കൻ കിട്ടും നമുക്ക്.
ഇപ്പോൾ ഏകദേശം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കാം. നല്ല രീതിയിൽ ഉള്ളൊക്കെ വേവുന്നതിന് വേണ്ടിയിട്ടാണത്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് വരുന്നത്. നല്ല അടിപൊളി കുബൂസും മയണൈസും എല്ലാം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കഴിച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളി മയണൈസും കൂട്ടി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണില്ല, സംഭവം സൂപ്പറാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും.